ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 2025 ജൂബിലിക്കായി എത്തുന്ന ആളുകൾക്കായി പുതിയ തപാൽ ഓഫീസ് തുറന്നു. വത്തിക്കാൻ രാജ്യത്തിന്റെ ഗവർണറേറ്റ് പ്രസിഡന്റ് കർദിനാൾ ഫെർണാണ്ടോ വെർഗാസ് അൽസാഗയും ഇറ്റാലിയൻ തപാൽ വിഭാഗത്തിന്റെ മേധാവി ഡോക്ടർ ജുസെപ്പെ ലാസ്കോയും സിസ്റ്റർ റാഫേല പെട്രിനിയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇറ്റാലിയൻ തപാൽ വിഭാഗമാണ് ഈ പുതിയ ഓഫീസ് സംഭാവനയായി നൽകിയത്. ജൂബിലി ആഘോഷങ്ങൾക്കായി വത്തിക്കാനിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കും മറ്റ് വിനോദസഞ്ചാരികൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വത്തിക്കാനിൽ നിന്നുള്ള ആശംസകൾ അയക്കുന്നതിനും ഈ തപാൽ സേവനം ഏറെ സഹായകരമാകും. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ഒരു ചെറിയ ന്യൂനപക്ഷ സമൂഹമാണ്. എങ്കിലും പീഡനങ്ങൾക്കിടയിലും ക്രിസ്തുമസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് അവിടുത്തെ ക്രൈസ്തവ സമൂഹം. പാകിസ്ഥാനിൽ അപ്പസ്തോലിക ദൗത്യം നിർവഹിക്കുന്ന കപ്പുച്ചിൻ വൈദികൻ ഫാദർ ലാസർ അസ്ലം എല്ലാ കത്തോലിക്കരോടും ബുദ്ധിമുട്ടുകൾക്കിടയിലും അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും നിസ്സാരമായി കാണരുതെന്ന് ഓർമ്മപ്പെടുത്തി. കൂടാതെ പ്രതിസന്ധികൾക്കിടയിലും പാകിസ്ഥാനിലെ ക്രൈസ്തവർ അവരുടെ വിശ്വാസം ആഘോഷിക്കുന്നത് തുടരുന്നുവെന്ന് വെളിപ്പെടുത്തി. ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അധിനിവേശത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ലണ്ടനിലെ ദി ഇമ്മാകുലേറ്റ് കൺസെപ്ഷൻ കത്തോലിക്ക ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിലും മറ്റു പരിപാടിയിലും ചാൾസ് മൂന്നാമൻ രാജാവ് പങ്കെടുത്തു. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇസ്ലാമിക തീവ്രവാദികളുമായി ബന്ധപ്പെട്ട വിമതരുടെ ഭരണത്തിൽ കീഴിലായ സിറിയൻ ജനതയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ചാൾസ് രാജാവ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിനെ ബ്രിട്ടനിലെ ജെസ്യൂട്ട് പ്രൊവിൻഷ്യൽ ഫാദർ പീറ്റർ ഗല്ലഗാർ ചാൾസ് രാജാവിനെ നന്ദി പറഞ്ഞു. പടിഞ്ഞാറൻ സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ആർച്ച് ഡയോസിസ് ഓഫ് ഹാമയിൽ ആക്രമണം നടത്തി അജ്ഞാതരായ അക്രമികൾ. തോക്കുധാരികളായ അക്രമികൾ പള്ളിയുടെ ഭിത്തിയിലേക്ക് വെടിയുതിർക്കുകയും കുരിശ് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കുറ്റവാളികൾക്കായി ലോക്കൽ പോലീസ് തിരച്ചിൽ നടത്തുന്നതിനായി ഗ്രീക്ക് ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു. സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പള്ളിയക്രമത്തെ അപലപിക്കുകയും കുറ്റവാളികൾ അജ്ഞാതരായിരിക്കെ ഒരു ജിഹാദി ഗ്രൂപ്പായ അൻസാർ അൽ തൗഹിദ് സ്വത്തുക്കൾക്കും ആളുകൾക്കും നേരെയുള്ള നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണെന്നും ആരോപിച്ചു. ജനുവരി മുതൽ റോമിൽ പ്രവാസത്തിൽ കഴിയുന്ന ബിഷപ്പ് റൊളാൻഡോ അൽവാരസ് സ്പെയിനിലെ സെവില്ല പ്രവിശ്യയിൽ ആഘോഷിച്ച ആദ്യ പൊതുവിശുദ്ധ കുർബാനയിൽ നിക്കാരോഗയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. മതകൽപ്പരൂപത സ്ഥാപിതമായതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ബിഷപ്പ് അൽവാരസ് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു. സെവില്ല പ്രവിശ്യയിലെ പ്ലൂബ ഡി ലോസ് ഇൻഫാൻസ് പട്ടണത്തിലെ അവർ ലേഡി ഓഫ് ദി ഓർക്കാഡ്സ് ഇടവകയിലാണ് ബിഷപ്പ് അൽവാരസ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.